ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടാലി ക്ലാസ് ആണ് കറന്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ എക്സൽ ഡാറ്റ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, ഐറ്റം മാസ്റ്റർ നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എങ്ങനെ ലെഡ്ജേഴ്സ്, അക്കൗണ്ടിങ് ലെഡ്ജേഴ്സ് എങ്ങനെ ടാലിയിലേക്ക് എക്സൽ ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടാലിയുടെ ലേറ്റസ്റ്റ് വേർഷനും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് 4.0 ശേഷമുള്ള ഏതെങ്കിലും വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സലും കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും പുതിയ ടാലിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഓരോരു ടോപ്പിക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മളെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം 100% ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്. ജസ്റ്റ് അതിൽ കയറി ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് കയറ്റുന്നതായിരിക്കും. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടാലി സംബന്ധമായും അക്കൗണ്ടിങ് സംബന്ധമായും GST സംബന്ധമായും എന്ത് തന്നെ ആയാലും ഡൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ റെഫറൻസും ഫയലും കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്യുക. എന്നാലേ കൂടുതൽ പേരിലേക്ക് നമ്മൾ വീഡിയോ റീച്ച് ആവുകയുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് അറിയിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടാലി ഓപ്പൺ ചെയ്തു. ടാലി ഇവിടെ 6.0 ആണ് യൂസ് ചെയ്യുന്നത്. 4.0 മുതൽ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ ടാലിനെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ബേസിക് കവറപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും. അതല്ലെങ്കിൽ നമ്മളെ ടാലിൻ്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ടാബിലേക്ക് പോകുന്നു. അതിന്റെ ആൾട്ട് ഓ പ്രസ് ചെയ്ത ഷോർട്ട് കട്ട് കീസ് ആണ്. ഇവിടെ മാനേജ് പോയിട്ട് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. ടാലി നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡീഫോൾട്ട് ആയിട്ട് ഒരു ടെംപ്ലേറ്റ്സ് തരും, ലെഡ്ജറിന്റെ ഒരു ടെംപ്ലേറ്റ്സ് തരും. അങ്ങനെ എന്ത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടെംപ്ലേറ്റ്സ് ഡീഫോൾട്ട് തരും. നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യാം? ചുരുക്കി പറഞ്ഞ ടാലിയിൽ ഇപ്പം എന്ത് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുക, കാറ്റഗറി ഇമ്പോർട്ട് ചെയ്യുക, ഗ്രൂപ്പ് ഇമ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജേഴ്സ് ഇമ്പോർട്ട് ചെയ്യുക, ഐറ്റം മാസ്റ്റേഴ്സ് ഇമ്പോർട്ട് ചെയ്യുക, ട്രാൻസാക്ഷൻ ഇമ്പോർട്ട് ചെയ്യുക, എല്ലാ ഇമ്പോർട്ടും ഇപ്പൊ ടാലിയിൽ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാപ്പിംഗ് ചെയ്യണം. എക്സൽ തന്നെ, അതായത് ടാലി തന്നെ നമുക്കൊരു സാമ്പിൾ ഡാറ്റ ഡീഫോൾട്ട് ആയിട്ട് ഒരു എക്സൽ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എക്സൽ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ കുറച്ച് ലെഡ്ജേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിട്ട് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട കുറച്ച് ലെഡ്ജേഴ്സിന്റെ പേരാണ്. നമ്മൾ കുറച്ച് ലെഡ്ജേഴ്സിന്റെ പേരും അതുപോലെ തന്നെ അതിന്റെ അണ്ടറും അതുപോലെ തന്നെ ഏലിയാസും ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ്സ്, സെയില്, പർച്ചേസ്, GST പേബിള്, അതുപോലെ തന്നെ GST ഇൻപുട്ട് ക്രെഡിറ്റ്, CGST, SGST, അതുപോലെ തന്നെ IGST, അക്കൗണ്ട് റിസീവബിൾ, പേബിൾ, സാലറീസ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസിന്റെയും കാര്യങ്ങളെല്ലാം ലിസ്റ്റാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെഡ്ജേഴ്സ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു എക്സലിൽ 3 കോളം ബേസ് നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ്സ്, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് എങ്ങനെ ആദ്യം ടാലിയിലേക്ക് മാപ്പിംഗ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ടാലി ഓപ്പൺ ചെയ്യുന്നു, ഇമ്പോർട്ടിൽ പോകുന്നു, മാനേജിൽ പോകുന്നു. ഇവിടെ എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? മാപ്പിംഗ് ടെംപ്ലേറ്റ്സ് ആണ്. ജസ്റ്റ് മാപ്പിംഗ് ടെംപ്ലേറ്റ്സിൽ എന്താണ് ഇവിടെ ചോദിക്കുന്നുണ്ട്? മാസ്റ്റേഴ്സ് ആണോ? നമുക്ക് മാസ്റ്റേഴ്സ് ആണ് ക്രിയേറ്റ് കൊടുക്കാം. ഇവിടെ നമ്മുടെ എക്സൽ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളിവിടെ ലെഡ്ജർ എന്ന് പറയുന്ന എക്സൽ ആണ് നമ്മുടെ ഷീറ്റിൽ ഉള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോൾഡറിൽ വന്നാൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എക്സലിൽ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പാത്ത് സെലക്ട് ചെയ്യുക ഫോൾഡറിന്റെ, എന്നിട്ട് ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഷീറ്റ് 1, മൾട്ടിപ്പിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഷീറ്റ് കാണിക്കുന്നതായിരിക്കും. എൻ്റെ ഡാറ്റാസ് ഉള്ളത് ഷീറ്റ് 1-ലാണ്. അപ്പം ഞാൻ ഇവിടെ ഷീറ്റ് 1 സെലക്ട് ചെയ്യുന്നു. ഇവിടെ കമ്പനീസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു
ടാലി തന്നെ മൾട്ടിപ്പിൾ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കമ്പനീസിലും ഇതേ ഒരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്താൽ മതിയോ, അല്ല നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനി സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ കമ്പനീസും ഇത് യൂസ് ചെയ്താൽ മതിയെങ്കിൽ ഓൾ കമ്പനീസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. മാപ്പിങ്ങിന്റെ പേര് ലെഡ്ജർ ക്രിയേഷൻ എന്ന് കൊടുക്കുന്നു. എന്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ലെഡ്ജേഴ്സ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടാലിയിലുള്ള ഫീൽഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. നെയിം മാൻഡേറ്ററി ആണ്, നമ്മൾ നെയിം കൊടുക്കുന്നു. നമ്മളെ എക്സൽ ഷീറ്റിലുള്ള 3 കോളം ഹെഡർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ലെഡ്ജർ നെയിം അണ്ടർ ഏലിയാസ്. നമുക്ക് ലെഡ്ജർ നെയിമാണ് നെയിം ജസ്റ്റ് കൊടുക്കുന്നു. അടുത്തെന്താ വേണ്ടത്? ഗ്രൂപ്പ് നെയിം. ഗ്രൂപ്പ് നെയിം എന്താണ്? അതായത് അണ്ടർ കൊടുക്കുക. നമ്മൾ എക്സലിൽ കൊടുത്തത് അണ്ടർ ബ്രാക്കറ്റിൽ ഗ്രൂപ്പാണ്, അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് എന്താണ്, എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കണം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഇവിടെ ഏലിയാസ് എന്നിട്ട് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് സേവ് ചെയ്യാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആക്സെപ്റ്റ് ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇമ്പോർട്ടിലേക്ക് പോകുന്ന നോക്കാം. ആൾട്ട് ഓപ്രസ് ചെയ്യുന്നു, അതായത് ഇമ്പോർട്ടിന്റെ ടാബിലേക്ക് പോകുന്നു. ഇവിടെ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. ഷീറ്റ് നെയിം സെലക്ട് ചെയ്യുന്നു. മാപ്പിംഗ് ടെംപ്ലേറ്റ്സ്, നമ്മൾ എന്താണ് മാപ്പിംഗ് ടെംപ്ലേറ്റ്സ് കൊടുത്തത്? ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞാണ്, അതിവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ലെഡ്ജർ ക്രിയേഷൻ കൊടുക്കുന്നു. മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ, ഇതിൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കമ്പൈൻ ബാലൻസും ഇഗ്നോർ ഡ്യൂപ്ലിക്കേറ്റ്സും മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ ആണ്. നമ്മളിപ്പം ചെയ്യുന്നത് പുതിയതായിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത ബാലൻസും കാര്യങ്ങളും ഓൾറെഡി ഇല്ല ലെഡ്ജർ ആണ്, അതിന്റെ ബാലൻസും കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ സമ്മറി ചോദിക്കുന്നുണ്ട്. പ്രിവ്യൂ സമ്മറി ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത ഡാറ്റ നമുക്ക് പ്രിവ്യൂ ആയിട്ട് ഇത്ര ഇമ്പോർട്ട് ചെയ്തു എന്ന് കാണിക്കണമെന്നാണ് ചോദിക്കുന്നത്. എസ് കൊടുക്കുക. ബാക്കപ്പ് കമ്പനി ബിഫോർ ഇമ്പോർട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയലോഗ് ബോക്സ് ആണ്. അതായത് നിങ്ങളെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബാക്കപ്പ് എടുക്കണമെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ബാക്കപ്പ് എടുക്കണം. എസ് കൊടുക്കുന്നു. ഏത് ഡെസിഗ്നേഷനിലേക്കാണ് ബാക്കപ്പ് എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലെ ഡീഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പ്രിവ്യൂ കാണിച്ചു. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട്, ഓരോരോ ഗ്രൂപ്പിലും എത്ര ലെഡ്ജേഴ്സ് ഉണ്ടെന്ന് കാണിച്ചു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 8 എണ്ണാണ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ ഇതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്ര ഉള്ളതെന്ന്. ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ, ഇതിൽ കൗണ്ട് നോക്കി കഴിഞ്ഞാൽ 8 കൗണ്ടാണ്. അപ്പൊ കറക്റ്റ് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് ചെക്ക് ചെയ്തു, എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, റോ നമ്പർ 1 എന്താണ്? ഹെഡിങ്സ് ആണ്. നമ്മൾ 1ാമത്തെ റോയില് ഹെഡിങ്സ് ആണ്, കറക്റ്റ് ആണ്. എത്രാമത്തെ റോ മുതലാണ് നമ്മൾ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 മുതൽ 28ാമത്തെ റോ വരെയാണ് ഡാറ്റ ഉള്ളത്. അപ്പൊ 2 മുതൽ 28 കറക്റ്റ് വന്നിട്ടുണ്ട്. കോളത്തിലോ എ മുതൽ സി വരെയാണ് ഡാറ്റ ഉള്ളത്. അപ്പോൾ എ മുതൽ സി വരെയും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡാറ്റയും ഫ്ലെക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ബാക്കപ്പ് ചോദിക്കുന്നുണ്ട്, നമ്മൾ ബാക്കപ്പ് എസ് കൊടുക്കുന്നു. ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇതിലൊരു എക്സംഷൻസ് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാം. എന്തെങ്കിലും നമ്മളെ ടാലിയിൽ മാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ എക്സംഷൻസ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റെഫറൻസ് മാസ്റ്റർ മിസ്സിംഗ് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് നമ്മളിൽ മിസ്സിംഗ് ആണ്. എന്താണ് ആ ഗ്രൂപ്പ്? സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ലോൺ നമ്മളിൽ ഗ്രൂപ്പ് ഇല്ല. ടാലിയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലാബിലിറ്റിന്റെ അടിയിൽ നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ കറണ്ട് ലാബിലിറ്റിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ലോൺസിൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ലോൺസ് ആണെന്നുണ്ടെങ്കിൽ ലോൺസിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുക. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബാക്ക് വരാം. നമുക്ക് ആ ഒരു ലെഡ്ജേഴ്സ് ഇമ്പോർട്ട് ആയിട്ടുണ്ടോ നോക്കണ്ടേ. അപ്പൊ നമുക്ക് എങ്ങനെ പോവാം? ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് പോകുന്നു. ഇവിടെ അക്കൗണ്ട് ബുക്ക്, ഇവിടെ ലെഡ്ജേഴ്സ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലെഡ്ജറും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതായത്
അക്കൗണ്ട് പേബിൾ, അക്കൗണ്ട് റിസീവബിൾ, ബാങ്ക് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കമ്മീഷൻ പെയ്ഡ്, CGST, SGST, നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് വന്നിട്ടില്ല എന്ന് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആൾട്ടറിൽ പോയിട്ട് ലെഡ്ജർ ഡീറ്റെയിൽസ് ഗ്രൂപ്പും കാര്യങ്ങളും കറക്റ്റ് വന്നിട്ടില്ല എന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ അക്കൗണ്ട് റിസീവബിൾ എടുക്കുന്നു. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ടാലിയിൽ ഇങ്ങനെയാണ് ലെഡ്ജേഴ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് 5 മിനിറ്റ്സും കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ കൂടെ ഇതേപോലത്തെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ്, സൈനിങ് ഔട്ട്.